ഈ കണ്ണാടി വെച്ച് ഷോയ്ക്ക് വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ കണ്ണ് രണ്ട് കണ്ണും കാണാൻ വയ്യ. കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പോലും ഞങ്ങൾക്ക് പോക്കില്ല. ഒരു 10 പൈസ എടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ കാശില്ല. എങ്ങനെയെങ്കിലും എൻ്റെ കണ്ണ് സുഖമായി എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എല്ലാവരെയും കാണണം. എനിക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കണം. അങ്ങനെല്ലാം ആഗ്രഹമുണ്ട്. നടക്കൂല്ലെന്ന് എനിക്കറിയത്തില്ല. 2020 ജൂലൈ 12-ാം തീയതിയാണ് എൻ്റെ മോൻ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന. മരിച്ചതിന് ശേഷം എൻ്റെ ചേട്ടൻ്റെ 2 കാലും തളർന്ന് അത് ഭേദപ്പെടുത്തി ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പോൾ വീണ്ടും ചേട്ടന് വയ്യാതായി. എനിക്കും വയ്യ, കണ്ണു പോലും കാണാൻ വയ്യ. ഞങ്ങളിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ അവസ്ഥ ഇപ്പം നാട്ടുകാർ ഓരോരുത്തർ തന്ന് സഹായിച്ചും അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങളുടെ അവസ്ഥ കണ്ട് ആര് 10 രൂപ തന്നാലും ഞങ്ങൾ മേടിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ അവസ്ഥ ഇതായിപ്പോയി. ആകുമ്പോഴത്തേനും നിലവിളി തുടങ്ങും. കാണാൻ വയ്യെങ്കിലും ഞാൻ ഒരു തപ്പിത്തടഞ്ഞ് ചെല്ലും. ഇച്ചിരി വെള്ളം പോലും ഇട്ട് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. വിറയ്ക്ക് വാങ്ങണം. ആനക്കൊട്ടൂർ സ്വദേശിയായ സരസ്വതി ചേച്ചിയും ലക്ഷ്മണൻ മേശ്ശേരിയുമാണ്. ഇവരുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണുമല്ലോ. ചേച്ചിക്ക് 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായും ഇല്ലാതായി. അണ്ണൻ്റെ കാല് നമുക്ക് പുറത്ത് കാണിക്കാൻ ഫേസ്ബുക്കിൻ്റെ നിയമപരമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ഒരു കാല് ഇടത്തെ കാല് പൂർണ്ണമായും ഒരു കാലിൽ ഒരു 10-12 മുറിവ് ഒരു കാലിലുണ്ട്. പഴുത്ത് അത് ചികിത്സിക്കുവാൻ പോലും മറ്റു മാർഗമില്ലാതെ ഈ കുടുംബം ഇന്ന് ദുരിതവും ദുഃഖത്തിലുമായിരിക്കുകയാണ്. അവരുടെ ഏക മകൻ സന്തോഷ് 2020 മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടതോടുകൂടി ഈ വീട്ടിൽ ദുഃഖവും ദുരിതവുമായി. അവരുടെ ആശ്രയമായിരുന്ന ഈ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട മകൻ അവരെ വിട്ടുപോയതോടുകൂടി ഈ കുടുംബം ഇന്ന് അനാഥമായി ഒറ്റപ്പെട്ടുപോയി. ഞാനുൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവരുടെ ചികിത്സയ്ക്കും ആഹാരത്തിനും മതിയാവാതെ വരുന്നു. ആനക്കൊട്ടൂരിലെ നല്ലവരായ ആളുകൾ ഒരുപാട് ആളുകൾ അവരെ സഹായിച്ചു എന്ന് കൊച്ചു കൊച്ചു സഹായങ്ങൾ അവർക്ക് നൽകി എന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ അവരുടെ അവസ്ഥ ഇന്നിപ്പോൾ ആശുപത്രി പോകേണ്ട ദിവസമാണ്. അവർക്ക് പോകാൻ പൈസയില്ല. അവർക്ക് ആഹാരം വയ്ക്കാൻ സ്വന്തമായി 2 പേർക്കും പറ്റത്തില്ല. ചേച്ചിയുടെ കാഴ്ച പൂർണ്ണമായും പോയി. ഹൈ ഷുഗർ പേഷ്യൻ്റാണ്. ചേച്ചിയുടെ കാലിലും വിരലുകൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റി മുറിവുകളാണ്. അതുപോലെ മേശ്ശേരിക്ക് കാലെ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പം മരുന്നിനും വകയില്ല, ആഹാരത്തിനും വകയില്ലായിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സന്മനസ്സുള്ളവർ അവരുടെ ഗൂഗിൾ പേ നമ്പറും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കൊടുക്കണം. അതിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം ആരോരുമില്ലാത്ത ഈ പാവപ്പെട്ട കുടുംബത്തെ, നിർധന കുടുംബത്തെ, അവരുടെ ഏക വരുമാന മാർഗമായിരുന്ന സ്വന്തം മകൻ്റെ വേർപാട് അവരിലുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ആഘാതമെന്ന് പറയുന്നത് വാർദ്ധക്യത്തിലെത്തിയ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ അവരുടെ മകൻ അവരുടെ കൂടില്ലാത്തതിൻ്റെ അവസ്ഥ കൊണ്ടാണ്. അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെട്ടു പോയത് മൂലമാണ് നല്ലവരായ നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി ചോദിക്കേണ്ട അവസ്ഥ. ചേച്ചി കശുവണ്ടി തൊഴിലാളിയായിരുന്നു. നല്ല നെടുവത്തൂരായാലും അല്ലെങ്കിൽ അവർ പണിയെടുക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ ഏറ്റവും നല്ല ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു സരസ്വതി ചേച്ചി. അതുപോലെ മേശ്ശേരി, ലക്ഷ്മണ മേശ്ശേരി ആനക്കൊട്ടൂരിലെ നല്ല ഒരു കൽപ്പണി മേശ്ശേരിയായിരുന്നു. മകൻ സന്തോഷും കൽപ്പണി മേശ്ശേരിയായിരുന്നു. അതുകൊണ്ടാണ് അവർ 2 പേരോട് ചേർന്നാണ് ഈ വീടൊക്കെ അന്ന് പഞ്ചായത്ത് കൊടുത്ത 4 ലക്ഷം രൂപയ്ക്കകത്ത് അവർ തേച്ച് വൃത്തിയാക്കി ഇതിട്ടിരുന്നത്. മകൻ നഷ്ടപ്പെട്ടു പോയതോടുകൂടി ഇവർ ഒറ്റപ്പെട്ടു പോയി. മറ്റാരും സഹായിക്കാനില്ലാത്ത ഈ കുടുംബത്തെ ഒന്ന് ചെറുതായി ഒരു 100 രൂപയെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഒരു 100 രൂപ, കൂടുതലൊന്നും വേണ്ട. അവരും മനുഷ്യരാണ്. ആഹാരത്തിന് വകയില്ല. അപ്പുറത്തുള്ള സഹോദരൻ്റെ ഭാര്യയാണ് വന്ന് ആഹാരം വെച്ചു കൊടുക്കുന്നത്. കാഴ്ചയില്ലാത്തതിനെ പറ്റി പറയണ്ടല്ലോ. ഒറ്റപ്പെട്ടു പോയ 2 മനുഷ്യ ജന്മങ്ങൾ ഈ പെരയ്ക്കകത്ത് ഒറ്റപ്പെട്ടു പോയി ദുരിതത്തിലും ദുഃഖത്തിലുമായിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സന്മനസ്സുള്ളവർ നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം ഈ കുടുംബത്തിന് ചെയ്തു നൽകണം.
നല്ലവരായ മനുഷ്യരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇതുപോലെയുള്ള പാവത്തുങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. നിങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ സഹായം, ഒരു 10 രൂപയെങ്കിലും ഇവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്ത് ഇവരെ ഒന്ന്, അവരുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഇത് ഉൾപ്പെടുത്തി കൊടുക്കാം. ഇവരെ ഒന്ന് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക.